ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വിഷ്ണു കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിരിക്കുന്നു കേട്ടോ. അങ്ങനെ വിഷ്ണുവിൻ്റെ മുന്നിൽ വെച്ച് ചന്ദ്രബോസ് പറയുകയാണെങ്കിൽ ഇവർക്ക് നല്ല ഭക്ഷണം എത്തിച്ചു കൊടുക്കാനുള്ള പരിപാടിയെങ്കിലും ചെയ്യേ, ഇവർ അങ്ങനെ ഒരു നല്ല കാര്യമെങ്കിലും ഞാൻ ചെയ്യണ്ടേ എന്നൊക്കെ ഇങ്ങനെ ചന്ദ്രബോസ് എസ് ഐയോട് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവാണ് കേട്ടോ. ഇതേ സമയം എസ് ഐ പറയണേ, എന്തായാലും കുറച്ച് മുന്നേ പുലിയായിരുന്നു, ഇപ്പോൾ പൂച്ചക്കുട്ടി ആയിരിക്കുന്നു. എന്തായാലും നീ നല്ലതുപോലെയൊക്കെ നിന്ന ആളൊരു പാവമാണ് ഈ ചന്ദ്രബോസ് എന്ന് പറയുന്നവൻ. അതുകൊണ്ട് തന്നെ നീ ഇങ്ങനെ ഇടഞ്ഞു നിൽക്കണ്ട. നീ നിൻ്റെ കൈകരുത്തം തൻ്റെ ഇടമൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ അവന് ആ ചന്ദ്രബോസിന് നിന്നോടുള്ള പക കൂട്. ഒരു കണക്കിന് നോക്കുകയാണെങ്കിൽ സെല്ലിലുള്ള കിടക്കുന്ന ആളുകൾക്കൊക്കെ നല്ല ഭക്ഷണം കിട്ടുക എന്ന് പറയുന്നത് അത് ഒരു ഭാഗ്യമല്ലേ, അത് അയാൾ ചെയ്തെന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ എന്തായാലും തനിക്ക് വേണ്ടപ്പെട്ട അവിടുന്ന് വിളി വന്നിട്ടുണ്ട് എന്ന് പറയുമ്പോൾ വിഷ്ണു പറയണേ, എനിക്ക് വേണ്ടപ്പെട്ട വലിയ ആളുടെ അടുത്തു നിന്നും വിളിയൊന്നും വരില്ല, എനിക്ക് വിളിക്കേണ്ട ആൾ ദൈവം മാത്രമാണ്, എന്നാൽ ദൈവത്തിൻ്റെ കയ്യിൽ ഫോണും ഇല്ലല്ലോ എന്ന് വിഷ്ണു പറയുന്നു കേട്ടോ. അങ്ങനെ ഈ സമയം ഇവരിത് പറഞ്ഞിട്ട് അങ്ങ് പോകുന്നു. പിന്നീട് കാണിക്കുന്നത് കുറുപ്പ് സാറിനെയാണ്. കുറുപ്പ് സാറ് ശാരദാമ്മയുടെ വീട്ടിലോട്ട് കയറി വരണം. അപ്പോൾ ശാരദാമ്മയുടെ ചോദിക്കുകയാണ്, ഗോപാലൻ എവിടെ? ഗോപാലൻ ഇവിടെ ഇല്ല, കുറച്ച് ക്യാഷ് കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ പിന്നീട് ഗോപാലയുടെ എങ്ങോട്ടാ എന്താ പോകുന്നത് എന്നും അറിയില്ല, ആരെ കാണാനുണ്ട് എന്നൊക്കെ പറഞ്ഞ് പോയിരിക്കുന്നത്. അല്ല, നമ്മുടെ ശാലിനിയുടെ വിവരമായി എന്തായി, കേസിൻ്റെ കാര്യം എന്തായി എന്നൊക്കെ പറയുമ്പോൾ എൻ്റെ മോളുടെ കാര്യം പറയാതിരിക്കുന്നല്ലേ, അതിൻ്റെ കോലം തന്നെ ആകെ മാറിയിരിക്കുന്നത്, ആകെ ഒരു ജാതി ആയിരിക്കുന്നു എന്നിങ്ങനെ പറയുമ്പോൾ അതവളെ കുറ്റം പറയാൻ പറ്റില്ല. കാരണം മനസ്സിൽ ടെൻഷൻ ഉണ്ടെങ്കിൽ എന്ത് കഴിച്ചിട്ടെന്താ, അത് ദേഹത്ത് കാണില്ലല്ലോ എന്ന് കുറുപ്പ് സാർ പറയണം. അപ്പോഴാണ് ഈ പറയുന്ന ശാരദാമ്മയുടെ ഫോൺ റിങ് ചെയ്യുന്നത്. അങ്ങനെ ശാരദാമ്മ ഫോൺ എടുക്കണം. ഹലോ, ആരാണ്? അതെ, ശാലിനിമ്മയുടെ ഇല്ലേ എവിടെ എന്ന് ഇങ്ങനെ ചോദിക്കാൻ കേട്ടോ. അപ്പോൾ എസ് ഐ ആണ് വിളിക്കുന്നത്. അപ്പോൾ തന്നെ ഇതാരാ ഇത്? ഞാൻ ഇങ്ങനെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് എസ് ഐ ആണ് വിളിക്കുന്നത്. അയ്യോ സാറേ, ഇവിടെ മോളില്ല, മോളുടെ നമ്പർ തരണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അയ്യോ അതൊന്നും വേണ്ട, കലക്ടറുടെ അമ്മയല്ലേ, കലക്ടറുടെ അമ്മയെ കിട്ടാൻ തന്നെയാണ് ഞാൻ വിളിച്ചത്. വിഷ്ണു സാറിന് നല്ല ഭക്ഷണം കൊടുക്കാൻ ഇവിടുത്തെ ബോസ് പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ വിഷ്ണു സാറിന് ഇവിടുത്തെ ഭക്ഷണമൊന്നും പറ്റുന്നില്ല, അദ്ദേഹം ഒന്നും കഴിക്കുന്നില്ല. നല്ലൊരു ഭക്ഷണം കൊണ്ടു കൊടുക്കുകയാണെങ്കിൽ അദ്ദേഹം കഴിച്ചിരുന്നു. ഒരു കലക്ടറുടെ അമ്മ ആയതുകൊണ്ട് ഞാനിത് ചെയ്യുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയണേട്ടാ. അങ്ങനെ പിന്നീട് ഈ സമയം ഇങ്ങനെ ശാരദാമ്മ പറയാണ്, എന്തായാലും പോലീസ് സ്റ്റേഷനിൽ നിന്നാണ് വിളിച്ചിരിക്കുന്നത്, നല്ല ഭക്ഷണം കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടെന്ന് കലക്ടറുടെ ആ ഒരു ഇതിൽ വെച്ചിട്ട്, അതുകൊണ്ട് ഞാൻ എൻ്റെ മോൻക്ക് എന്തെങ്കിലും കൊണ്ടു കൊടുക്കട്ടെ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ശാന്തയെന്ന് പറഞ്ഞ് വിളിക്കുക. അപ്പോൾ എന്താ ശാരദാമ്മ എന്നെ വിളിച്ചത് എന്ന് പറയുമ്പോൾ ചോറൊക്കെ ആയിട്ടുണ്ട്. ആയിട്ടുണ്ട്, ഇപ്പോൾ കൊണ്ടുവരാമെന്ന് പറയുമ്പോൾ എന്നാൽ കേബേജ് ഇരിപ്പുണ്ട്. ഉണ്ട്, എന്നൊരു തോരനും വെക്കുക, വിഷ്ണുവിന് ഭക്ഷണം കൊണ്ടുപോകണം, നല്ല വിഭവസമൃദ്ധമായി തന്നെ കൊണ്ടുപോകണം എന്നൊക്കെ ഇങ്ങനെ പറയണ്ട. അപ്പോൾ കുറുപ്പ് സാർ ഇതൊക്കെ കേട്ട് ശാന്ത അങ്ങ് പോയതിന് ശേഷം പറയണം, നീ കൊണ്ടു കൊടുക്കുന്നതൊക്കെ നന്ന്, എന്നാൽ അവന് കൊണ്ടു കൊടുത്താൽ എന്ന് പറയുമ്പോൾ അവന് എൻ്റെ മോന് തന്നെയാണ്. കാരണം അവൻ എൻ്റെ മോനാണ്, എൻ്റെ മോളുടെ ഭർത്താവില്ല, അതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ സ്വന്തം മോനായിട്ട് തന്നെ ഞാൻ കണ്ടിട്ടുള്ളൂ എന്നൊക്കെ ഇങ്ങനെ കുറുപ്പ് സാറിനോട് തിരിച്ച് പറയാൻ കേട്ടോ. അപ്പോൾ കുറുപ്പ് സാർ പറയുന്നത് ശരി, എന്നാൽ ഇനി ആവട്ടെ, നീ എന്തായാലും കൊണ്ടു കൊടുക്കാൻ നോക്ക്, ഭക്ഷണം കൊണ്ടു കൊടുക്കാൻ നോക്കി എന്നൊക്കെ പറഞ്ഞിട്ട് കുറുപ്പ് സാറ് അവിടെ നിന്നും ഇറങ്ങണം കേട്ടോ. ഇതേ സമയം കുറുപ്പ് സാറ് ശാരദാമ്മയോട് ഇങ്ങനെ പറയുന്നുണ്ട്, എന്തായാലും ഒന്ന് നോക്കുന്നത് നല്ലതാണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് പോലീസ് സ്റ്റേഷനിൽ ചെല്ലുകയാണ്. അപ്പോൾ അവിടെ ഒരു കോൺസ്റ്റബിൾ നിൽക്കുന്നുണ്ട്. ഹലോ, ഞാനാണ്, ഇത് വിഷ്ണുവിനെ കാണാൻ വന്നിരിക്കുകയാണ്. വിഷ്ണുവിനെ സെല്ലിൽ കിടക്കുന്നവരെ എപ്പോഴും കാണാനുള്ള പെർമിഷനൊക്കെ ഉണ്ടോ എന്ന് ചോദിക്കാൻ കേട്ടോ. അപ്പോഴാണ് ചന്ദ്രബോസ് ആ വഴി വരുന്നത്. എന്താടോ എന്ന് ചോദിക്കുമ്പോൾ അപ്പോൾ ശാരദാമ്മ അവരോട് പറയാൻ ഒരുങ്ങാണ്, ഇവിടെ നിന്നൊരു പോലീസ് വിളിച്ചിട്ടാണ് ഞാൻ ഭക്ഷണവുമായി വന്നതെന്ന് പറയാൻ ഒരുങ്ങുമ്പോഴേക്കും അവിടെ ചന്ദ്രബോസ് കയറി ഇടപെട്ടു കേട്ടോ. ഇതാരാ, എന്തിനാ വന്നിരിക്കുന്നത്, എന്താ ശാരദാമ്മ ഇവിടെ എന്ന് പറയുമ്പോൾ വിഷ്ണുവിന് ഞാനൊരു ചോറ് കൊണ്ടുവന്നതാണ്. അയ്യോ, വിഷ്ണുവിന് ഇവിടെ ചോറ് കൊണ്ടുവരാനുള്ള പെർമിഷനൊന്നും ഇല്ലല്ലോ എന്ന് പറയട്ട. അപ്പോൾ വേറൊരു പോലീസുകാരെ അങ്ങോട്ടേക്ക് വരികയാണ്. അപ്പോൾ ഉടൻ തന്നെ ഇവിടെ നിന്നും എന്ന് പറയുമ്പോഴേക്കും ഇവിടെ നിന്ന് സാറ് നേരത്തെ പറഞ്ഞത് പ്രകാരം എസ് ഐ വിളിച്ച് പറഞ്ഞിട്ടാണ് ഇവർ ചോറ് കൊണ്ടുവന്നിരിക്കുന്നത്. അത് കേട്ടോടെ തന്നെ എന്തായാലും എസ് ഐ പറഞ്ഞതുകൊണ്ടും കലക്ടറുടെ അമ്മ ആയതുകൊണ്ടും ആ പരിഗണന വെച്ച് എന്തായാലും ചോറ് അങ്ങ് കൊടുത്തോളൂ, ഇവരുടെ കയ്യിൽ കൊടുത്തോളൂ, ഇവർ കൊണ്ടു കൊടുത്തോളൂ, നിങ്ങൾക്ക് കയറി കൊടുക്കാനൊന്നും പറ്റില്ല എന്ന് പറയട്ടെ. അപ്പോൾ ഇത് കേൾക്കുന്ന ശാരദാമ്മ, അയ്യോ സാറേ, എനിക്ക് ഇതുവരെ വന്നിട്ട് എൻ്റെ മോനെ ഒന്ന് കാണണമെന്ന് ഒരാഗ്രഹം ഉണ്ടായിരുന്നു, ആ ആഗ്രഹം സാധിപ്പിച്ചു തരുമോ, എൻ്റെ മോനെ കണ്ടില്ലെങ്കിൽ മനസ്സിന് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ എന്തായാലും കലക്ടറുടെ അമ്മ ആദ്യമായി കാല് പിടിക്കുമ്പോൾ ഞാനത് സാധിപ്പിച്ചില്ലെങ്കിൽ അത് പിന്നെ കലക്ടർ എൻ്റെ നേർക്കായിരിക്കും ചോദ്യം ചെയ്യുക, അതുകൊണ്ട് തന്നെ നിങ്ങൾ കണ്ടിട്ട് പോയിക്കോളൂ എന്ന് പറയണ്ട. അങ്ങനെ വിഷ്ണുവിൻ്റെ അരികിലോട്ട് വരികയാണ്. അപ്പോൾ വിഷ്ണു ശാരദാമ്മയെ എന്നിങ്ങനെ വിളിക്കുമ്പോൾ, മോനെ നിന്നെ കാണാനുള്ള ആ ഒരു ഇതില്ലാത്തതുകൊണ്ടാണ് ഞാൻ വരാതിരുന്നു, പക്ഷെ നിനക്ക് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നു എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് തുടങ്ങുകയാണ് കേട്ടോ. അപ്പോൾ വിഷ്ണു പറയണേ, എവിടെ ശാലിനി എന്ന് പറയുമ്പോൾ എൻ്റെ മോളുടെ കാര്യം ആലോചിക്കുമ്പോഴാണ് എനിക്ക് തന്നെ നിൻ്റെ കാര്യം ആലോചിക്കുമ്പോൾ സങ്കടം വരുന്നത്. എന്തൊരു കോലമാണ്, എന്ത് തടിമെടുക്കും തൻ്റെ ഇടയുള്ള പയ്യനാണ്, എല്ലാം നഷ്ടപ്പെട്ടു പോയതുപോലെ നിൽക്കുന്ന നിൽപ്പ് കാണുമ്പോൾ എൻ്റെ നെഞ്ച് ഇടയുന്നു മോനെ. എന്തായാലും എൻ്റെ ശാലിനി മോളുടെ നെഞ്ച് വല്ലാത്തൊരവസ്ഥയാണ്, അവളുടെ പ്രാണനും വായുവും ഒക്കെ ഇവിടെയാണ് കിടക്കുന്നത്, അതുകൊണ്ട് തന്നെ അവളെന്ന് പറയുമ്പോഴേക്കും വിഷ്ണു പറയുന്നത്, അവൾ എനിക്ക് വേണ്ടി ഇങ്ങനെ നെട്ടോട്ട് മൂടുകയായിരിക്കില്ലേ എന്ന് പറയുമ്പോൾ അതേ, ഊണും ഉറക്കവും ഇല്ലാതെ നിനക്കെതിരെ ഒരു തെളിവുണ്ടാക്കാൻ അവൾ ഒരുപാട് കിടന്ന് നെട്ടോട്ട് മൂടുകയാണ് എന്നാൽ ആ സത്യം അങ്ങ് വെളിപ്പെടുത്തണം കേട്ടോ. അപ്പോൾ വിഷ്ണു പറയുന്നത്, ശാരദാമ്മ
ശാരദാമ്മ എന്തായാലും എല്ലാം ശരിയാവൂ എന്ന ആ രീതിയിൽ വിഷ്ണു ഇങ്ങനെ നിൽക്കുകയാണ്. ശാരദാമ്മ പറയുന്നതിനനുസരിച്ച് വിഷ്ണു ഇങ്ങനെ മിണ്ടാതെ നിൽക്കുമ്പോൾ മോനെ എൻ്റെ മോള് നിന്നെ പുറത്ത് കൊണ്ടുവരും എന്ന ആ ഭാഷയിലോട് കൂടി തന്നെയാണ് അവൾ ഓടുന്നത്, അവൾ കണ്ടെത്തുമെന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ വിഷ്ണു പറയാണ് അവൾ ചെയ്യുമെന്ന് എനിക്കും അറിയാം, എൻ്റെ ശാലിനി എനിക്ക് വേണ്ടി എന്തും ചെയ്യുമെന്ന് എനിക്കും അറിയാം എന്നൊക്കെ ഇങ്ങനെ തിരിച്ചും പറയാനേട്ടാ. അങ്ങനെ ഈ സമയം അവിടോട്ട് ചന്ദ്രബോസ് കയറി വരുന്നത് ഇതിപ്പോൾ 1 മണിക്കൂറായി കഥ പറച്ചിൽ തുടങ്ങിയിട്ട്, ഇനിയിപ്പോൾ എന്താ കഥ പറച്ചിലിന് യാതൊരു അറുതിയില്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ച് വീണ്ടും ഇങ്ങനെ കളിയാക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ സമയം ഇതൊക്കെ ഇങ്ങനെ കേൾക്കുമ്പോൾ ശരിക്കും ദേഷ്യം പിടിക്കുന്നുണ്ട്. ഇനി മതി, ഈ ഒരു അനുമതി തന്നു എന്ന് കരുതി ഇത്രയും നേരം സംസാരിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് ചന്ദ്രബോസ് വീണ്ടും എന്ന വിഷ്ണുവിനൊപ്പമല്ല എന്ന വിഷ്ണുവിനൊപ്പവുമാണ് എന്നുള്ള ആ ലെവലിലുള്ള ഒരു കളി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. താനെ കൊലച്ചോറ് കൊടുക്കാൻ പോവല്ലേ, അതായത് ശാരദാമ്മയെ കൊണ്ട് തന്നെ ചോറ് കൊണ്ടിച്ചിരിക്കുകയാണല്ലോ. അങ്ങനെ ശാരദാമ്മ അവിടെ നിന്ന് ഇറങ്ങണിട്ട്. ഇതേ സമയം ഇയാൾക്ക് കൊടുക്കാനുള്ള ഭക്ഷണമല്ല അവർ കൊണ്ടുവന്നിരിക്കുന്നത്, എന്തായാലും ആ ഭക്ഷണം എടുത്ത് കൊടുത്തേക്ക്, ഇയാൾക്ക് മാത്രമാണ് ഇങ്ങനെ ഒരു ആനുകൂല്യം കിട്ടിയിരിക്കുന്നത്. കാര്യം ഇവരുടെ ഈ പറയുന്ന കലക്ടറുടെ അമ്മയായതുകൊണ്ട് തന്നെ കൊടുക്കാതിരിക്കാനും പറ്റില്ല, കലക്ടറുടെ ഭർത്താവുമല്ലേ, അതുകൊണ്ട് കൊടുക്കടോ എന്നിങ്ങനെ അയാളോട് പറയണേട്ടോ, എസ് ഐയോട് പറയണം. അങ്ങനെ എസ് ഐ വിഷ്ണുവിന് ആ ചോറ് കൊടുക്കണം. അപ്പോൾ വിഷ്ണു ആ ചോറും ഇങ്ങനെ പൊതിങ്ങനെ എന്തൊക്കെയോ മനസ്സിൽ കുറിച്ചിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. അങ്ങനെ ഈ സമയം വിഷ്ണു ഇങ്ങനെ ഈ ചോറിലോട്ട് ഇങ്ങനെ നോക്കുമ്പോൾ ശാരദാമ്മയെ വേണ്ട വിധത്തിൽ തന്നെ ഇങ്ങനെ സി എ ചന്ദ്രബോസ് കളിയാക്കുന്നുണ്ട്. അങ്ങനെ അതൊക്കെ കേട്ട് ഒന്നും മിണ്ടാതെ ശാരദാമ്മ അവിടെ നിന്ന് ഇറങ്ങി പോകട്ടോ. ഇതേസമയം വിഷ്ണു മനസ്സിലാക്കിയിട്ടുണ്ട്. അങ്ങനെ ഈ ചോറ് ഇങ്ങനെ എടുക്കണം. വിഷ്ണു പതുക്കെ പൊതിങ്ങനെ പതുക്കെ ഇങ്ങനെ തുറന്നു തുടങ്ങുകയാണ്. അപ്പോൾ സമാധാനത്തോടു കൂടി സി എ ചന്ദ്രബോസ് പുറത്ത് പോയിട്ടും ഉണ്ടാവും. അങ്ങനെ ഈ സമയം വിഷ്ണു ഇതിങ്ങനെ തുറന്നിട്ട് അതിലൊരു ഉരുളെടുത്ത് തൻ്റെ വായിലോട്ട് വെക്കുന്ന ആ ഒരു സീനാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ശാരദാമ്മ കൊണ്ടുവന്ന ആ ഭക്ഷണത്തിൽ വിഷം ചേർത്തിരിക്കുകയാണ് ഈ സി എ ചന്ദ്രബോസ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇനി നടക്കാൻ പോകുന്ന അതൊന്നല്ല, കിടിലൻ ടിസ്റ്റ് തന്നെയാണ്. വിഷ്ണു മരിക്കത്തൊന്നുമില്ല, വിഷ്ണു ഈ സംഭവങ്ങളെല്ലാം അറിഞ്ഞിരിക്കുന്നു. ഇതേസമയം ഇപ്പുറത്താണെങ്കിലോ ഇങ്ങനെ ശാലിനി എന്തായാലും കാർത്തികയുടെ ഡെഡ് ബോഡി കാണാൻ വേണ്ടി പോകുന്ന ആ ഒരു കിടക്കൻ സീനാണ്. അപ്പോൾ എന്തായാലും കാർത്തികയെ കണ്ടെത്തുന്നത് ശാലിനി തന്നെയാണ്. കാർത്തികയെ പുറത്ത് കൊണ്ടുവരികയും ചെയ്യും.